ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലൊരു മിനി വീടുണ്ടാക്കി. നല്ല വീലാട്ട് ഗൈസ്. വീട്ടിലേക്ക് ഇന്നത്തേക്ക് എടുക്കുന്നത് എനിക്ക് എടുക്കാതെ പറ്റില്ല. അപ്പോൾ ഇതൊരു ക്രാഫ്റ്റ് റൂമാണില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ രസമാണല്ലേ കാണാൻ. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിലെൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് കുറേ ഉണ്ട്. കളർ പേപ്പേഴ്സും ഇതിൻ്റെ ബ്ലാക്ക് കളർ പേപ്പേഴ്സും അതിൻ്റെ അപ്പോൾ ഇവിടെ ഒച്ചയും ബഹളമൊക്കെയാണ്. പിന്നെ ഞാൻ കാണിച്ചത് ഇത് കണ്ട ഇത് ക്യൂട്ടായിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ ഇവിടെ കണ്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് ഗൈസ്, സൂപ്പറാണ്. ഞാൻ കാണിച്ചത് എൻ്റെ അനിയനാണ് കരയൻ ഗൈസ്. ഒന്നും കൂടി ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് കണ്ട ഗൈസ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് കേട്ടോ. ഞാൻ ഡയമണ്ട് വർക്ക് ചെയ്തതാണ്. കണ്ടിട്ട് ഞാൻ തന്നെ ചെയ്തതാണ്. പിന്നെ ഈ ഒരു കുട്ടി ഫ്ലേവറും കൂടി ഉണ്ട്. ഞാനിവിടെ വലുതാണ്. ഈ ഒരു കുട്ടി ഫ്ലേവർ ഞാൻ ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടി ഫ്ലേവർ ഞാൻ ഉണ്ടാക്കിയതാണ്. ആപ്പിള് ഇതാണ് എൻ്റെ മൂത്തുമാട്ടാ. ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞത് ഞാനൊരു അടിപൊളി പാട്ട് പാടാം. അടിപൊളി എന്നൊന്നും പറയാൻ പറ്റൂലെങ്കിലും പാട്ട് പാടാം. എൻ്റെ മിനി കേക്ക് ഹൗസ് ഇഷ്ടമായോ? ബേബി കേക്ക് ഹൗസിൻ്റെ ഞാൻ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കിതൊന്ന് ചെയ്യാം. അയ്യോ, എനിക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്യാം. അയ്യോ, എനിക്ക് പേടിയാണ് കേട്ടോ. ഇങ്ങനത്തെ വർക്ക് വെച്ച് നല്ല പേടിയാണ്. നിങ്ങൾ കാണണ്ടേ? നിങ്ങൾ കാണൂലേ? ഞാനിവിടെ മുകളിൽ ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതെൻ്റെ അനിയനെ കട്ടി പീച്ച് പാച്ച് കോച്ച് ഒക്കെ ആക്കിയിട്ടുണ്ട്. എനിക്കിതൊന്നും വയ്ക്കാൻ പറ്റാനില്ല കേട്ടോ ഗൈസ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യും എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കാട്ടോ. ഞാൻ എന്താ ഇപ്പം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നത്. ഇതൊരു ഇപ്പോഴൊരു അടിപൊളി ലുക്കായതും ഇങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതപ്പം എൻ്റെ അനിയനാണ്. അവന് ഇഷ്ടം. ഇപ്പം ടൈം എത്രയായി? നമുക്കൊന്ന് ഇതിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടോ? നല്ല ഞാൻ കാണിച്ചു നോക്കി.